ഹലോ ചങ്ങന്മാരെ, അങ്ങനെ നമ്മുടെ നാട്ടിലൊരു ടവർ വരിക കേട്ടോ. ആ ടവർ എന്ന സ്വപ്നം ഞാൻ പോവാണ്. കാരണം റേഞ്ചിൻ്റെ കാര്യത്തിൽ എയർടെൽ വളരെ പിന്നിലായിരുന്നു ഞങ്ങളുടെ ഈ ഒരു വാളക്കുളം കുണ്ടുകുളം ഭാഗം. അപ്പോൾ ഇനി മുതൽ ഫുൾ റേഞ്ച് നല്ല സിഗ്നൽ കിട്ടുമെന്നാണ് ഇതിൻ്റെ അധികൃതർ പറയുന്നത്. ഒരുപാട് എതിർപ്പുകൾ ഉണ്ടെങ്കിൽ പോലും എല്ലാ ആളുകൾക്കും റേഞ്ച് ആവശ്യമാണ്. റേഞ്ച് ഇല്ലെങ്കിൽ കസ്റ്റമർ കെയറിൽ വിളിച്ച് ചീത്ത പറയും. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്നത് എല്ലാ നാട്ടിലുള്ളതാണ്. അപ്പോൾ ഈ ഒരു എന്താ പറയുക, ടവർ വളരെ ഫാസ്റ്റായിട്ടാണ് ഇതിൻ്റെ വർക്ക്. ഒരു രാവിലെ ഇതിൻ്റെ സാധനങ്ങൾ കൊണ്ടുവന്ന് ഇറക്കി വൈകിട്ടാകുമ്പോഴേക്കും ഏകദേശം 4:30 മണിയാകുമ്പോഴേക്കും ഈ ഒരു പരുവത്തിലെത്തിയിട്ടില്ല. 4:30 മണിക്കാണ് ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവരിതിൻ്റെ മേലോട്ട് ഇതിൻ്റെ ഓരോ കഷ്ണങ്ങൾ കയറ്റുന്ന, ഇതിൻ്റെ ഓരോ കമ്പിൻ്റെ കഷ്ണങ്ങൾ ഇങ്ങനെ പീസായിട്ടാണ് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കയറ്റുന്ന കാഴ്ചയും അതുപോലെ തന്നെ ഇവരിതിൻ്റെ മേലോട്ട് സ്പീഡ് കയറിപ്പോകുന്നതും വളരെ ഫാസ്റ്റായിട്ടാണ്. ഇത് ഇവരെ കൊണ്ട് മാത്രമേ കഴിയൂ. വെസ്റ്റ് ബംഗാളിൽ നിന്ന് വന്നുള്ള ഒരു ടീമാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ടവറിൻ്റെ ചോട്ടിൽ നിന്നും കണ്ടു നിൽക്കുന്നവർക്കൊരു കൗതുകമാണെങ്കിലും പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവൻ പണയം വെച്ചുള്ള ഒരു കളിയാണ് കളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവരെ ഈ ഇറക്കുന്നതും കയറ്റുന്നതൊക്കെ സേഫ്റ്റിയോട് കൂടി തന്നെയാണ്, ബെൽറ്റൊക്കെ ഇട്ട് നല്ല രീതിയിൽ തന്നെയാണ് അവർ ചെയ്യുന്നത്. പക്ഷേ ചില ആളുകൾക്ക് ഇത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് പേടി തോന്നും, അതിൻ്റെ മേലിൽ നിന്ന് വീയോ. കാരണം ഇവർ ഈ ഒരു വെയിറ്റ് മേലോട്ട് കയറ്റാൻ വേണ്ടിയിട്ട് ആ ഒരു കയറിൽ കെട്ടിത്തൂങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഒരുപാട് സമയം അതിൻ്റെ ചോട്ടിൽ നിന്ന് ഇങ്ങനെ ആ ഒരു കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. വല്ലാത്തൊരു അനുഭവം തന്നെയാണ് ഇങ്ങനെ ഈ ഒരു സംഭവങ്ങൾ കയറ്റുന്നതും അതുപോലെ തന്നെ അവർ കയറി പോകുന്നതും അതിൻ്റെ വർക്കുകൾ തകൃതിയായിട്ട് നടക്കുന്നതും. നമ്മളൊരു ഫ്ലൈറ്റ് മേലോട്ട് പോകണമെങ്കിൽ നമ്മളിങ്ങനെ നോക്കി നിൽക്കും. അതുപോലെ തന്നെ ഈ ഒരു സംഭവം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരുപാട് സമയം അതിൻ്റെ ചോട്ടിൽ നിന്ന് നോക്കിയിരുന്നു. അപ്പോൾ സുഹൃത്തുക്കൾ, ഇത് കണ്ടോ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇത് ഇവരെ കൊണ്ടേ കഴിയുള്ളൂ എന്ന്. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സ്പൈഡർമാൻ ലുക്കിൽ അവിടെ നിന്ന് മേലെ നിന്ന് ഒരാൾ ഇറങ്ങി വരുന്നുണ്ട്. ആ ഒരു ആൾ ഇറങ്ങി വരുന്നതനുസരിച്ച് ഇതിൻ്റെ അടിയിൽ നിന്ന് ഇവർ കെട്ടി വിട്ടിട്ടുള്ള ആ ഒരു കമ്പിയുടെ കഷ്ണം മേലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടിയിൽ നിന്ന് ഒരുപാട് പേര് വലിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വലിക്കുന്ന വെയിറ്റും അതുപോലെ തന്നെ ഈ ഒരു കയറിൽ കെട്ടി തൂങ്ങുന്ന ആ ഒരു വെയിറ്റും കൊണ്ട് മാത്രമാണ് ആ ഒരു കഷ്ണം മേലോട്ട് കയറി പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് പേര് ഇവിടെ താഴെ നിന്നിട്ട് അവർ പിടിച്ച് ഈ ആൾ നിലത്ത് ടച്ച് ചെയ്യുന്നതോടുകൂടെ ആ കമ്പി കഷ്ണം ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും എൻഡിങ്ങിലുള്ള ലാസ്റ്റ് അതിൻ്റെ ആൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുന്നതിനുള്ള ആ ഒരു പാർട്ടാണ് ഇവർ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, സൂം ചെയ്തിട്ടുള്ള കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു അടുത്ത ആൻറ്റിന കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാനുള്ള പാർട്ടാണ് ഇപ്പോൾ മേലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നത്. ആ കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മേലെ നിന്നൊരു സ്പൈഡർമാൻ താഴോട്ട് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ തമാശയിൽ പറഞ്ഞതാണ്. ഈ ഒരു ടവറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത്യാധുനിക ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ളൊരു ടവറാണ്. കാരണം വെച്ചാൽ ഇതിൻ്റെ എല്ലാ സിസ്റ്റമാറ്റിക്കും ഓട്ടോമാറ്റിക്കായിട്ടാണ്. എല്ലാ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കായിട്ടാണ്. ഇനിയിപ്പോൾ കറണ്ട് പോയി കഴിഞ്ഞാൽ ജനറേറ്റർ ഓട്ടോമാറ്റിക് വർക്ക് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇനി എന്തെങ്കിലും പാർട്ട് കംപ്ലൈൻ്റ് ആയാൽ മാത്രമേ ഇതിൻ്റെ ചോട്ടിലേക്ക് ആൾ വരേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഫുള്ളി ഓട്ടോമാറ്റിക് സിസ്റ്റമാണ്. ഒരു എന്താ പറയുക, അത്യാധുനിക ടെക്നോളജി തന്നെ പറയാം. അപ്പോൾ ഇതാണ് ഈ ഒരു ടവറിൻ്റെ കാഴ്ചയും കാര്യങ്ങളൊക്കെ കേട്ടോ. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.